ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓണമൊക്കെ അവിടെ വരെ എല്ലാവരുടെയും നമ്മളെല്ലാ വർഷവും ഓണത്തിന് ഓരോ ഡിസൈൻ ചെയ്ത് കാണിക്കാറുള്ളതാണ് അല്ലേ. ഇപ്രാവശ്യം ഞാനൊരു ഡിസൈൻ കാണിക്കുന്നുണ്ട് കേട്ടോ സാരിയുടെ. ഇതൊരു ഇൻസ്പയർഡ് ലുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തിന്റെ പ്രാണ ബുട്ടിക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നെ പോലെയുള്ള ഡിസൈനേഴ്സിന്റെ ഒക്കെ ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഫേമസ് ആയ ബുട്ടീക്സിനെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഇവരെല്ലാ വർഷവും നോക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ നെൽക്കതിരും അതിന് മുന്നത്തെ ആനച്ചന്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്രാവശ്യം അവർ ഇറക്കിയിട്ടുള്ള പൊട്ടുസാരിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു ഡിസൈൻ എൻ്റെ മനസ്സിൽ മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്ന ഡിസൈൻ ആയിരുന്നു കേട്ടോ. ഇവര് വളയല്ല പൊട്ട് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയത്. ഞാനത് മെഹന്തി ഡിസൈൻ എന്നുള്ള രീതിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഇങ്ങനെ മെഹന്തി ഡിസൈൻ നമ്മളിങ്ങനെ വട്ടത്തിൽ ഇട്ടിട്ട് അതിന് ചുറ്റും ഇങ്ങനെ കുഞ്ഞു വട്ടടില്ലേ, ആ ഒരു ഡിസൈൻ മെഹന്തി ഡിസൈൻ എന്നുള്ളതിൽ റെഡ് കളറിൽ തന്നെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ചെയ്തില്ല. ആ സമയത്ത് ധാവണിയോ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തത്. ആ വർഷം ഞാൻ 1-2 ഡിസൈൻ കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ അവരുടെ പേജിൽ ഈ ഒരു വീഡിയോ കണ്ടതും നിമിഷ സജയനായിരുന്നു ആ വീഡിയോയിൽ. അതാന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. നിമിഷ സജയൻ ഓൾറെഡി ഇഷ്ടമാണ്. ആ വീഡിയോയിൽ എന്ത് രസമാണെന്ന് പറയാ, കാണാൻ ക്യൂട്ടായിട്ടുള്ള സ്മൈലായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പെയറായിട്ടുണ്ടായിരുന്നു ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏതെങ്കിലും മോഡലായിരിക്കും. പക്ഷെ നിമിഷ സജയൻ്റെ ആ ഒരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ അവരുടെ സൈറ്റിൽ കയറി നോക്കിയിട്ടോ. വാങ്ങാനല്ല, എന്തായാലും നല്ല റേറ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. അവർ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിൽ ഞാൻ ഒരിക്കലും വാങ്ങിക്കില്ല. പക്ഷെ ഞാൻ റേറ്റ് അറിയാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. 8,000 ആയിരുന്നു റേറ്റ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അതെന്തായാലും എനിക്ക് ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്ത സാരിയാണിത്. പെയിൻ്റാണ് ചെയ്യുന്നത് കേട്ടോ, ഫാബ്രിക് പെയിൻ്റാണ് ചെയ്യുന്നത്. ഒട്ടും അധികം പൈസ ഒന്നും വേണ്ട. 100 രൂപ 150 രൂപ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്ലെയിൻ സാരി വേണമെന്നുള്ളൂ. അതും പുതിയത് വാങ്ങിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും പ്ലെയിൻ സെറ്റ് സാരി ഉണ്ടായിരിക്കും. സെറ്റ് സാരിയോ മുണ്ടോ ഏത് വേണമെങ്കിലും എടുക്കാം. സെറ്റ് സാരി ഇപ്പോൾ നമ്മുടെ ഇല്ലെങ്കിൽ അമ്മമാരുടെ ഏതെങ്കിലും പഴയ സാരി ആയാലും മതി. കുറച്ച് പഴയതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചുക്കി ചുളിഞ്ഞതല്ല, കുറച്ച് നല്ല സാരി എടുക്കുകയായിരിക്കും നല്ലത്. പുതിയ സാരി എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ട് കേട്ടോ. പഴയ സാരി ആണെങ്കിൽ കുഴപ്പമില്ല, സ്റ്റാർച്ച് മുക്കിയിട്ടുള്ള സാരി ആവരുത്. അങ്ങനെയാവുമ്പോൾ പെയിൻറ് ഇളകി പോകും, പെയിൻറ് പിടിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ പുതിയ സാരി ആവുമ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിയതിന് ശേഷം പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു തരാം. അപ്പോൾ എങ്ങനെയാണ്, ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോണ സാരി കേട്ടോ. ഇത് കഴിഞ്ഞ ഓണത്തിന് ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോണത്. അപ്പോൾ പുതിയ സാരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റാർച്ചൊക്കെ കൊടുക്കാം. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ പെയിൻറ്റ് കറക്റ്റായിട്ട് ഒട്ടില്ല. പിന്നെ നമ്മൾ കഴുകുമ്പോൾ അത് വാഷ് ഓഫ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർച്ച് കളയണം എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇതിൽ പെയിൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ പെയിൻറ്റ് നമുക്ക് ഒന്നുകിൽ ഇഷ്ടമുള്ള കളറിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇൻസ്പയർഡ് ലുക്ക് ആയതുകൊണ്ട് റെഡ്, ഇത് ക്രിംസൺ റെഡ് ആണ്, മറ്റേത് മെറൂൺ റെഡ് ആണ്. അങ്ങനെ ഒരു 3 റെഡ് എടുത്തിട്ടുണ്ട്. പെയിൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള പെയിൻറ്റ് എടുക്കാൻ നോക്കുക. മുന്നേ ഉപയോഗിച്ച് വെച്ചിട്ടുള്ളതാവുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെയിൻറ്റ് നല്ല ഭംഗിയിൽ വരില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പീസ് എടുക്കുക. ഒരിടത്തിന് 25 രൂപയ്ക്കേ വരുള്ളൂ കേട്ടോ. പിന്നെ ഒരു 3D ലൈനറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത് നോക്കിയതാണ്, ഓരോ റെഡ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് ക്രിംസൺ റെഡ് ആണ്, മെറൂൺ റെഡ്, അങ്ങനെ ഒരു 3 റെഡ് ഞാൻ പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടമായ കളറ് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പം എനിക്ക് ക്രിംസൺ റെഡ് ആണ് ഇഷ്ടപ്പെട്ടത്, അതാണ് ചെയ്യുന്നത്. പിന്നെ സ്പഞ്ചൊക്കെ ഞാൻ ചെയ്തെടുത്തതാണ്. ഒരു വലിയ സ്പഞ്ച് ഉണ്ടായിരുന്നു, അതിൽ എനിക്ക് വേണ്ട സൈസ് ഞാനൊരു സർക്കിൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും നമുക്ക് പൈസ ചിലവായിട്ടില്ല. നമ്മൾ സാധാരണ സ്ക്രബ്ബർ ഉണ്ടാവുമല്ലോ കിച്ചണിലുള്ള, അതിൻ്റെ ബാക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു 3 അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നിലത്തൊരു മാറ്റ് വിരിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാനൊരു ന്യൂസ് പേപ്പറും കൂടെ ഇട്ടിട്ടാണ് സാരി ഇട്ടിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ പെയിൻറ്റ് താഴെ പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പേപ്പർ തന്നെ ഇട്ടാലും മതി. അതിങ്ങനെ ഇളകി പോകുന്നതുകൊണ്ടാണ് ഞാൻ മാറ്റും കൂടി ഇട്ടിട്ട് അതിൽ പേപ്പർ വെച്ചത്. പിന്നെ അത് മാറ്റ് കുട്ടികളുടെ മാറ്റും കൂടിയാണ്. അപ്പോൾ അതിൽ കളറായിട്ടുണ്ടെങ്കിൽ അവരെന്നെ കൊല്ലും. അപ്പം അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ മുന്താണിയുടെ അവിടെ നിന്നാണ് കൊടുക്കുന്നത്. അപ്പം മുന്താണിയുടെ അവിടെ ജസ്റ്റ് സർക്കിൾ, ചെറിയ സർക്കിൾ മാത്രമേ ഉള്ളൂ. അതിനിങ്ങനെ ചുറ്റും
പൊട്ടില്ല. അപ്പൊ അതൊന്ന് മെഷർ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് അവിടെ ഇവിടെയും കൊടുക്കാതെ കറക്റ്റ് ഒരു മെഷർമെന്റിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ഉടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ചുമ്മാ അവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും രസം നമ്മൾ കറക്റ്റ് മെഷർമെന്റിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നീറ്റ് ആവും. നമ്മൾ വർക്ക് ചെയ്യണത് കുറച്ചും കൂടെ ഫിനിഷിങ് ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് വന്ന മെഷർമെന്റ് ചെയ്ത് വന്ന് സാരി മടക്കി വന്നപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിപ്പോയി. അപ്പൊ അവിടെ നിന്ന് വിട്ടിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ മുന്താണി തൊട്ട് കളർ ചെയ്യാമെന്ന് വിചാരിച്ചത്. മടക്കി വന്നപ്പോൾ ലാസ്റ്റ് ആയി. പിന്നെ അതിങ്ങനെ മടക്കി വെച്ചൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് തൊട്ടിൽ തുടങ്ങുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഒരു മടക്കിനുള്ള അവിടെ വിസിബിൾ ആവുന്ന ഭാഗത്ത് മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ 1 മീറ്റർ വിട്ടിട്ടാണ് ചെയ്തു തുടങ്ങുന്നത്. അപ്പൊ ലാസ്റ്റ് ഏറ്റവും വലിയ സർക്കിൾ ഉണ്ടല്ലോ, ആ ഒരു സർക്കിളാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് ഫിനിഷിങ് ടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഔട്ട്ലൈന് ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്പഞ്ച് ആയതുകൊണ്ട് അതിന്റെ ഔട്ട്ലൈൻ അത്ര അങ്ങോട്ട് ഫിനിഷിങ് ഇല്ല. അപ്പൊ ഞാൻ ബ്രഷ് കൊണ്ട് ഒന്നും കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുത് ചെയ്യുന്നുണ്ട്. ചെറുതൊക്കെ കറക്റ്റ് ഫിനിഷിങ് ആട്ടോ സർക്കിള്, വലുത് മാത്രം അങ്ങനെ കറക്റ്റ് ഫിനിഷിങ് വന്നില്ല. അപ്പൊ ഞാൻ ബ്രഷ് കൊണ്ട് ഒന്നും കൂടെ ഔട്ട്ലൈൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ സർക്കിളും കൂടെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്ത് വരുമ്പോൾ. ഇതിനി ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ അപ്പുറത്തേക്ക് മടക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തേക്കും പടരുമല്ലോ. അപ്പൊ അതൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് മടക്കിയിട്ടതിന് ശേഷം ചെയ്യാം. അപ്പൊ ഒരുവിധം ഒരു സൈഡ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ സ്കൂള് ടൈമായി, പിന്നെ ഞാൻ മക്കളെ കൊണ്ടുവരാൻ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് ഏകദേശം ഉണക്കായിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ ചുറ്റുമുള്ള ഗോൾഡൻ കളറാണ് ഇനി കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഞാനൊരു 3 ഗോൾഡൻ കളർ നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോപ്പറും നോർമൽ ഗോൾഡും പിന്നെ 3D ലൈനറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ചെയ്ത് നോക്കിയായിരുന്നേ ഏത് ഗോൾഡാണ് ഭംഗി എന്നുള്ളത്. അപ്പോൾ 3D ലൈനർ ഇങ്ങനെ നല്ലതാണ്, ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് ഗ്ലിറ്ററി ആണ് 3D ലൈനർ വരുമ്പോൾ. അപ്പൊ ഈ നോർമൽ ഗോൾഡൻ ചെയ്യുമ്പോഴാണ് ഒരു മാറ്റ് ഫിനിഷ് കിട്ടുന്നത്. ശരിക്കും അവർ ചെയ്യുന്നത് ആരി വർക്കിൽ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ പ്രാണയിൽ അങ്ങനത്തെ ആ സാരി എംബ്രോയിഡറി ഫുൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ ചുറ്റും. അപ്പൊ ആ ഒരു മാറ്റ് ഫിനിഷ് കിട്ടുന്നത് നോർമൽ ഗോൾഡൻ പെയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പെയിന്റ് ആണ് കൊടുക്കണേ, 3D ലൈനർ കൊടുത്തില്ല, പെയിന്റ് ചെയ്തെടുക്കുകയാണ്. പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് തന്നെ ഫുള്ള് കളർ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുവിധം നടുപൊളിയും. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിലത്തിട്ടിട്ട് അങ്ങ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ മക്കള് വന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പം അക്കുവിന് പെയിന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അക്കു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമ്മയെ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ. അപ്പം നല്ല കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ അവള് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറേ നേരം ഇരിക്കാൻ വയ്യാണ്ടായി. അപ്പം ആള് കുറച്ചൊന്നും ചെയ്ത് തന്നിട്ട് പോയി. എന്നാൽ അത്രയെങ്കിലും ചെയ്തുല്ലോ. കാരണം ഭയങ്കര പാടാണ് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഇരുന്നിട്ട് പണിയെടുക്കണില്ലല്ലോ. അതുകൊണ്ട് 2 ദിവസം എടുത്തു എൻ്റെ കാലൊന്ന് ശരിയായി കിട്ടാൻ കേട്ടോ. ടേബിളിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കണല്ലോ. ടേബിൾ ആവുമ്പോൾ ഇങ്ങനെ ഫുള്ള് വിരിച്ചിട്ടത് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിലത്തിട്ടിട്ട് ചെയ്തത്. നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ടേബിളിൽ ഇരുന്നിട്ട് ചെയ്താൽ മതി കേട്ടോ. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ ഫുള്ള് ഗോൾഡൻ വരച്ച് കഴിഞ്ഞു. രാത്രിയായേ. ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ 2 ദിവസത്തിലൊക്കെ ചെയ്താലും മതി. ഇത് ഇനിയിപ്പോ ലാസ്റ്റത്തേല് ഇങ്ങനെ സർക്കിൾ ഇല്ല, ചെറിയ ഒരു കോയിന്റെ വലുപ്പത്തിലുള്ള സർക്കിൾ മാത്രമാണ് കേട്ടോ. അതാണ് ചെയ്യുന്നത്. പിന്നെ അതിനുള്ള സർക്കിൾ ഇല്ല. അങ്ങനെ അത് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഒരു 24 hours എങ്കിലും നമ്മൾ ഉണങ്ങാനായിട്ട് വിടണം. ഇത് ചെയ്തു വരുമ്പോഴേക്കും ഒരു ഉണക്കാവും. എന്നാലും നമ്മൾ അതിൻ്റെ ഒരു ഫിനിഷിങ് വേണമെങ്കിൽ നല്ല പോലെ ഉണങ്ങണം. വെയിലത്തിട്ടിട്ടല്ല, നോർമലി ഉണങ്ങണം. ഒരഴയിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി ജസ്റ്റ്. അപ്പൊ അങ്ങനെ ഇട്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാനിത് അയൺ ചെയ്യാൻ എടുക്കണം കേട്ടോ. മറുഭാഗത്തിട്ടിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ പേപ്പറിലല്ലേ മുകളിലിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ആദ്യമേ പറിച്ച് കളയണം കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കാണുമ്പോൾ ഇച്ചിരി ഡാർക്കും ബാക്കി സൈഡ് ലൈറ്റ് കളറായിട്ട് തോന്നും. ഈ പേപ്പറിന്റെ ഒരു ഷാഡോ വരുന്നുണ്ടല്ലോ, അപ്പൊ അവിടേക്ക് ഒരു ഡാർക്ക് കളറായിട്ട് തോന്നും. ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ ഒരു പേപ്പർ നല്ല കട്ടിക്ക് ഇരിക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ വരുമ്പോൾ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായി അയൺ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് അത് കളർ അങ്ങനെ പിന്നെ ഇളകി പോകാതിരിക്കുന്നത്. ഈ പേപ്പർ കണ്ടോ, ഈ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത കാരണം ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ, നല്ല ഭാഗത്തു കൂടെ നോക്കുമ്പോൾ ഇച്ചിരി ഡാർക്കായിട്ട് കാണുന്നുണ്ടോ ആ ഉള്ളിലത്തെ ഭാഗം, പിന്നെ ലൈറ്റ് ആയിട്ട് കാണുന്നുണ്ടോ. അപ്പൊ അതില്ലാതിരിക്കാനാണ്.
അതോട് കഴിഞ്ഞ് നമ്മുടെ സാരി റെഡി. ഇനി ഫുൾ ഫോട്ടോഷൂട്ടാണ്.